അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ മൂന്നാമത്തെ പഠനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ അവസാനിപ്പിച്ചത് യോഹന്നാൻ കാണുന്ന യേശു കർത്താവിനെ കുറിച്ച് കാണുന്ന മഹത്വകരമായ ദർശനത്തെക്കുറിച്ചാണ്. വെളിപ്പാട് പുസ്തകം 3 കാര്യമാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഒന്ന്, പത്മോസിൻ്റെ ദ്വീപിൽ വെച്ച് യോഹന്നാൻ യേശു കർത്താവിനെ കാണുന്ന ദർശനം. ആ ദർശനത്തിൻ്റെ മുമ്പിൽ യോഹന്നാൻ നമ്മൾ കണ്ടതുപോലെ മരിച്ചവനെ പോലെ ആയിത്തീരുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുന്ന സമയത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ ദർശനം ദാനിയേലിനുണ്ടാകുമ്പോൾ ദാനിയേലിനും അവൻ്റെ മുൻപിൽ വീഴുകയാണ്, മരിച്ചവനെ പോലെ ആവുകയാണ്. അവനിൽ ഒട്ടും ശക്തിയില്ലാതെയായി. ദൈവം ദാനിയേലിനെ ബലപ്പെടുത്തി നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എഹെസ്കേൽ പ്രവാചകനും അതുപോലെ ദൈവത്തിൻ്റെ ദർശനമുണ്ടാകുമ്പോൾ താനും മരിച്ചവനെ പോലെ ആകും. വലിയവനായ ദൈവത്തിൻ്റെ ദർശനത്തിൻ്റെ മുമ്പിൽ കൃമിയായ മനുഷ്യന് എങ്ങനെ നിൽക്കുവാനായിട്ടും സാധിക്കും? യെശയ്യാവിന് വലിയവനായ ദൈവത്തിൻ്റെ ദർശനമുണ്ടായപ്പോൾ യെശയ്യാവ് വിളിച്ചു പറയണം, അയ്യോ, ഞാൻ അരിഷ്ടനായിരിക്കുന്ന മനുഷ്യനാണ്, പാവമുള്ള മനുഷ്യനാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ എങ്ങനെ പാപിയായ മനുഷ്യന്, ബലഹീനനായിരിക്കുന്ന മനുഷ്യന് നിൽക്കാനായിട്ട് സാധിക്കും? ദൈവം അനുവദിച്ചല്ലാതെ, ദൈവം നമ്മുടെ മുമ്പിൽ ബലം പകർന്നല്ലാതെ നമുക്കവൻ്റെ മുൻപിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ. ദൈവം അവൻ്റെ മുൻപിൽ നാം ആയിരിക്കാൻ തക്കവണ്ണം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, രണ്ടാമതായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഉള്ളത് എന്ന കാലഘട്ടത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് സഭാ കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പെന്തക്കോസ് നാൾ ആരംഭിച്ച സഭ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ സഭയെ ഒരുക്കി മധ്യാകാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ദൈവസഭയെക്കുറിച്ചുള്ള വിവരണമാണ് ഇപ്പോൾ ഉള്ളത് എന്ന ശീർഷകത്തിൽ നമ്മെ വെളിപ്പെടുത്തുന്നത്. സഭ എന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നാം ഇന്ന് കാണുന്ന പ്രാദേശികമായിരിക്കുന്ന സഭകളെ അല്ല സഭ എന്ന വിധത്തിൽ പറയുന്നത്. സഭ എന്ന് പറയുന്നത് എക്കാലത്തുമുള്ള ദൈവമക്കളുടെ കൂട്ടത്തെ, ദൈവത്തിൻ്റെ മക്കൾ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ദൈവമക്കളുടെ കൂട്ടമാണ് ദൈവസഭ. സഭ ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. യേശു കർത്താവിൻ്റെ വരവെങ്കിലാണ് സഭ പൂർണ്ണമായിട്ടും വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ വചനം നാം പരിശോധിക്കുന്ന സമയത്ത് ദൈവസഭയെ 2 വിധത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് സഭയെ വെളിപ്പെടുത്തുന്നുണ്ട്. സഭയെക്കുറിച്ച് പറയുന്നത് യേശു കർത്താവിൻ്റെ ശരീരമാകുന്ന സഭ എന്നാണ് അതിനെ വെളിപ്പെടുത്തുന്നത്. യേശു കർത്താവ് തലയും നാം വെവ്വേറെ അവയവങ്ങളുമായ യേശു കർത്താവിൻ്റെ സഭ. 2 സഭയെ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ ഒരു കെട്ടിടത്തോട് സാമ്യപ്പെടുത്തി പറയുന്നുണ്ട്. ജീവനില്ലാത്ത കല്ലുകളായ നാം ജീവനുള്ള കല്ലായ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് യേശു കർത്താവ് തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാർ, ഇടയന്മാർ തുടങ്ങിയ അടിസ്ഥാനത്തിന്മേൽ ദൈവം സഭയെ പണിതിരിക്കുന്നു. സഭയുടെ വളർച്ച പൂർണ്ണമാകുമ്പോൾ യേശു കർത്താവ് മടങ്ങി വന്ന സഭയെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അങ്ങനെ ഇപ്പോൾ ഉള്ളത് എന്ന ശീർഷകത്തിൽ എക്കാലത്തുമുള്ള ദൈവമക്കളെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നതാണ് 2ഉം 3ഉം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. സഭയ്ക്ക് വേണ്ടിയുള്ള എഴുത്തുകളാണ്, വിവരണങ്ങളാണ് ആ എഴുത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന 1ാമത്തെ സഭയായിരിക്കുന്ന എഫേസസ് സഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ടുള്ളതാണ് ഇന്ന് രാവിലെ സമയം നമ്മൾ ഒരുമിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ യോഹന്നാനോട് പറയുകയാണ്, എഫേസസ് സഭയുടെ ദൂതന് എഴുതുക,
സഭയ്ക്ക് വേണ്ടി എഴുതുന്ന 2-3 അധ്യായത്തിൽ 7 സഭകൾക്ക് വേണ്ടിയുള്ള എഴുത്തിൽ നമ്മൾക്ക് ഒരു കാര്യം കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം അതിനെ വിവരിക്കുന്നത് ഒരു പ്രത്യേകമായിരിക്കുന്ന തരത്തിലാണ് ആ എഴുത്തുകൾ എഴുതുന്നത്. അത് വായിക്കുന്നതായുള്ള സമയത്ത് ആദ്യം എഴുതുന്ന ആരാണ്, അവൻ്റെ ആധികാരികത സഭയോടുള്ള പ്രവർത്തനത്തിൻ്റെ ബന്ധത്തിൽ തന്നെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഏഷ്യ മൈനുള്ള 7 സഭകളെ, പ്രാദേശികമായിരിക്കുന്ന സഭകളെ മുൻനിർത്തിക്കൊണ്ട് എക്കാലത്തുമുള്ള ദൈവമക്കളോട് ദൈവത്തിന് പറയുവാനുള്ള കാര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഇത് 2 കാര്യമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്ന്, ഓരോ സഭയും ഓരോ ദൈവമക്കളുടെ സഭയുടെ ഓരോ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ദൂതാണ്, ഓരോ കാലഘട്ടത്തിലും ഉള്ള ദൂതാണ്. മാത്രവുമല്ല, ഈ സഭയിൽ 7 സഭകളുടെ ദൂതും എക്കാലത്തുമുള്ള ദൈവസഭയ്ക്കുമുള്ള ദൂതാണ്. ഓരോ കാലഘട്ടത്തെ അത് പ്രതിദാനം ചെയ്യുന്നു. അതേസമയം തന്നെ എക്കാലത്തുമുള്ള ദൈവമക്കളെക്കുറിച്ചുള്ള വിവരണവും ആണ് ഈ 7 സഭകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വെളിപ്പെടുത്തുന്നത്. ആദ്യമായി വെളിപ്പെടുത്തുന്നത് എഫേസോസ് സഭയെക്കുറിച്ചാണ് പറയുന്നത്. എഫേസോസ് സഭയുടെ ദൂതൻ എഴുതുക എന്ന് പറഞ്ഞുകൊണ്ട് 1ാമത്തെ എഴുത്ത് ആരംഭിക്കുകയാണ്. ഓരോ സഭയും നമ്മൾ പഠിക്കുന്ന സമയത്ത്, ആ എഴുത്തുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ചില പ്രത്യേകതകൾ അതിനകത്ത് കാണുവാനായിട്ടും സാധിക്കും. ഒന്നാമത്, എഴുതുന്നത് ആരാണ്, അവൻ്റെ ആധികാരികതയാണ് ആദ്യമായി വിവരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ അവൻ്റെ ആധികാരികത, അതിലൂടെ ആരാണ് ഈ സഭയെക്കുറിച്ച് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു എഴുത്തിൻ്റെ വില എന്ന് പറയുന്നത് ആ എഴുതുന്നയാളിൻ്റെ അതോറിറ്റി, അധികാരമനുസരിച്ചായിരിക്കും. എൻ്റെ മകൻ ഒരു കാര്യം പറയുമ്പോൾ അത് ഞങ്ങളുടെ ഭവനത്തെ മുഴുവനുമായിട്ടും ഉൾക്കൊള്ളുന്നതല്ല. എന്നാൽ ഞാൻ ആ കാര്യം പറയുമ്പോൾ ഞങ്ങളുടെ ഭവനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നായിട്ട് മാറും. ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരു വിഷയമല്ല. എന്നാൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞാൽ 130 കോടി ജനത്തെയും റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ്. ആരാണ് സംസാരിക്കുന്നത്, ആരാണ് എഴുതുന്നത്, അതിനനുസരിച്ചായിരിക്കും ആ എഴുത്തിൻ്റെ വില എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇത് എഴുതുന്നത് ആരാണ് എന്ന് ആദ്യമായി ഓരോ സഭയോടുള്ള ബന്ധത്തിൽ അവർ കടന്നു പോകുന്ന കാലഘട്ടത്തിനനുസരിച്ച്, അവരുടെ അനുഭവങ്ങൾക്കനുസരിച്ച് എഴുതുന്നയാളിനെ കുറിച്ച് പറയുന്നുണ്ട്. രണ്ടാമതായിട്ട് നമ്മൾ ഈ 7 സഭകളുടെ ദൂതുകൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് രണ്ടാമതെന്നുള്ള പ്രത്യേകത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെക്കുറിച്ച് എഴുതുമ്പോൾ ഒരു പ്രത്യേക രീതിയാണ് അവലംബിക്കുന്നത്. ഒന്ന്, ആ സഭയുടെ നന്മ ആണ് ആദ്യമായിട്ട് വെളിപ്പെടുത്തുന്നത്. അതിലൂടെ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് നാം പറയുമ്പോൾ ആ വ്യക്തിയുടെ നന്മ ആദ്യം പറഞ്ഞിട്ട് മാത്രമേ ഒരു വ്യക്തിയെപ്പറ്റി എന്തെങ്കിലും കുറവ് നമുക്ക് പറയുവാനായിട്ട് കഴിയും. ഒരു വ്യക്തിയുടെ കുറവ് പറയണമെന്നല്ല പറഞ്ഞത്. ഒരു വ്യക്തിയുടെ കുറവ് നമുക്ക് പറയണമെങ്കിൽ ആദ്യം ആ വ്യക്തിയുടെ നന്മ പറയണം. ആ ദൂതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് സഭയുടെ നന്മകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞതിന് ശേഷം മാത്രമാണ് ആ സഭയുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ആ എഴുത്തുകളെ നമ്മൾ കാണുന്നതായുള്ള സമയത്ത് ആ കുറവുകളെ പരിഹരിക്കുവാനായിട്ട് ആ സഭയോട് ആവശ്യപ്പെടുന്നു. പരിഹരിക്കുന്നില്ല എങ്കിൽ എന്താണ് അവർക്ക് നഷ്ടം സംഭവിക്കുന്നത്, ആ കുറവിനെ പരിഹരിക്കുകയാണെങ്കിൽ എന്താണ് അവർക്ക് ലാഭകരമായി നേടുവാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെയാണ് ആ ദൂതുകളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഒന്നാമത് നമ്മൾ എഫേസോസിൻ്റെ പഠിക്കുന്ന സമയത്ത് എഫേസോസ് കാലഘട്ടം എന്ന് പറയുന്നത് 1ഉം 2ഉം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദൈവമക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ ആ സഭ കാലഘട്ടത്തെക്കുറിച്ചാണ് എഫേസോസ് സഭയുടെ ദൂതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവരെ കുറിച്ച് ദൂത് പറയുമ്പോൾ എഴുതിയത് ആരാണെന്ന് അവിടെ പറയുന്നുണ്ട്.
ഒന്ന് എഫേസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ ആയ കർത്താവ് നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. ആരാണ് അവരോട് സംസാരിക്കുന്നവൻ? പറയുന്നു, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 നിലവിളക്കുകളുടെ നടുവിലൂടെ നടക്കുന്നവനാണ് അവരെക്കുറിച്ച് സംസാരിക്കുന്നതിന് തന്നെ അങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. അർത്ഥം, സഭയുടെ നടുവിലായിരിക്കുന്ന സഭയുടെ ദൂതന്മാർ അവൻ്റെ കരങ്ങളിൽ വഹിക്കുന്ന സർവശക്തനായ ദൈവമാണ് അവരോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവരെക്കുറിച്ച് പറയുന്നത് യാഥാർത്ഥ്യവും സത്യവുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം അവൻ സഭയുടെ നടുവിൽ ഉള്ളവനാണ്, നടുവിലൂടെ നടകൊള്ളുന്നവനാണ്. മാത്രവുമല്ല, അതിൻ്റെ ദൂതന്മാർ അവൻ്റെ കരങ്ങളിലുമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് നമുക്ക് കഴിയും. എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ടുള്ളത്? ഒന്ന്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. വളരെ അല്പം ഒരു ഭയപ്പാടോടുകൂടെയാണ് ഞാൻ ഈ വാക്കിനെ വിവരിക്കുന്നത്. ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. അവൻ അഗ്നിജ്വാലയ്ക്കൊട്ട് കണ്ണുള്ളവനാണ്. ഏത് ഹൃദയത്തെയും ചൂഴ്ന്നിറങ്ങുവാൻ ശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അവന് മറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. സകലതും അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നവുമാണ്. ആയതുകൊണ്ട് ദൈവമക്കളെ, അവൻ നമ്മുടെ പ്രവൃത്തിയെ അറിയുന്നു. അവൻ നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ നമ്മുടെ പ്രവൃത്തിയെ തൂക്കി നോക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അതിലുപരി നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, നമ്മൾ താഴോട്ട് വരുമ്പോൾ അവരുടെ നന്മയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അവിടെ പറയുന്നു, ഞാൻ അറിയുന്നു. അവൻ സഭയെ വ്യക്തമായിട്ടും അറിയുന്നു. തൻ്റെ മക്കളെ അവൻ വ്യക്തമായിട്ടും അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നു, അവൻ മനുഷ്യനെക്കുറിച്ച് അവൻ സകലതും അറിയുന്നത് കൊണ്ട് അവന് യാതൊരു മനുഷ്യനെക്കുറിച്ചും യാതൊരുത്തിൻ്റെയും സാക്ഷ്യവും ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം ദൈവത്തെ അറിഞ്ഞു, വിശേഷാൽ ദൈവം നമ്മെ അറിഞ്ഞുമിരിക്കുക. ഇന്ന് രാവിലെ സമയത്ത് ദൈവമക്കളെ നമുക്ക് സന്തോഷിപ്പാനായിട്ടൊരു കാര്യമുണ്ട്. ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ ജീവിതത്തെ അവൻ അറിയുന്നു. നമ്മുടെ കുറവുകളെ അവനറിയാം. നമ്മുടെ പ്രവൃത്തിയെ അവനറിയാം. നാം അവനു വേണ്ടി ചെയ്യുന്നത് കർത്താവിനറിയാം. എന്താണ് നമ്മുടെ പ്രശ്നം, അത് കർത്താവിനറിയാം. നമ്മെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന കാര്യം, അവൻ നമ്മെ നന്നായിട്ടും അറിയുന്നവനാണ്. ദൈവമക്കളെ, നമ്മെ കർത്താവ് വിളിച്ചപ്പോൾ തന്നെ നാം ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവൻ നമ്മെ വിളിച്ചത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം അജ്ഞാനികളായ നമ്മെ തിരഞ്ഞെടുത്തു. ബലവാന്മാരെ ലജ്ജിപ്പിക്കേണ്ടതിന് ദൈവം ബലഹീനമായതിനെയും കുലഹീനമായതിനെയും നികൃഷ്ടമായതിനെയും തിരഞ്ഞെടുത്തു. ദൈവം നമ്മെ വിളിച്ചപ്പോൾ നാം ആരാണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ദൈവം നമ്മെ വിളിച്ചത്. എന്നാൽ നാം ആരായി തീരുന്നു എന്നും നാം കർത്താവിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടുന്നുവെന്നും ദൈവം അറിഞ്ഞുകൊണ്ടാണ് വിളിച്ചത്. ശൗലിനെ കുറിച്ച് അനന്യാസിനോട് പറയുന്നു. അനന്യാസ് ശൗലിനെ കുറിച്ച് പറയുമ്പോൾ, ആ മനുഷ്യൻ യെരൂശലേമിൽ തുടങ്ങി ദൈവമക്കളെ എത്രയോ പീഡിപ്പിച്ചവനാണ്. ഇവിടെ ദമസ്കോസിൽ വന്നിട്ട് ഇവിടെയും ഉള്ള ദൈവജനത്തെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകുവാൻ അവൻ അധികാരപത്രം വാങ്ങിയാണ് വന്നത്. എന്നാൽ അനന്യാസിനോട് കർത്താവ് പറയുന്നത്, അവൻ ഞാൻ തിരഞ്ഞെടുത്ത ഒരു പാത്രമാണ്. യഹൂദന്മാരുടെ മുമ്പിലും ജാതികളുടെ മുമ്പിലും രാജാക്കന്മാരുടെ മുമ്പിലും എൻ്റെ നാമം വഹിപ്പാനുള്ള ഒരു പാത്രമാണ് ശൗല് എന്നാണ് അനന്യാസിനോട് കർത്താവ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവമക്കള് നാം ആരാണെന്ന് അറിയുന്നവനാണ്. ഇപ്പോൾ നാം കടന്നു പോകുന്ന വഴികളെ അവൻ അറിയുന്നവനാണ്. ഇനി നാം കർത്താവിന് വേണ്ടി ആരായിത്തീരും എന്നും വ്യക്തമായും അറിയുന്നവനാണ് നമ്മുടെ. അങ്ങനെയാണെങ്കിൽ എഫേസസിലെ സഭയിലെ വിശ്വാസികളോട് എന്താണ് കർത്താവിന് പറയാനുള്ളത്? ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാഞ്ഞതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും
തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഒന്ന്, കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നാം വ്യക്തമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, അവൻ നമ്മുടെ പ്രവൃത്തി അറിയുന്നു, അവൻ നമ്മെ ശോധന ചെയ്യുന്നു. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ നിലവുകളെയും ശോധന ചെയ്യുന്ന, പരിശോധിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ദൈവമക്കളായ നാം നമ്മുടെ പ്രവൃത്തി എപ്രകാരമായിരിക്കുന്നു എന്ന് നാം ശോധന ചെയ്യേണ്ടതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നാം വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ പ്രവൃത്തിയെയും നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവം നമ്മുടെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഓരോരുത്തരും ദൈവം അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം നൽകുന്നവനാണ്. ആകയാൽ നമ്മുടെ പ്രവൃത്തിയെ സൂക്ഷിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ യാതൊരു പ്രവൃത്തിയാലുമല്ല നാം രക്ഷിക്കപ്പെട്ടത്. അപ്പോസ്തലൻ പൗലോസ് അത് നമ്മെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കൃപയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടത്, നമ്മുടെ ആരുടെയും പ്രവൃത്തികൾ കാരണമല്ല നാം രക്ഷിക്കപ്പെട്ടത്. എന്നാൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ പ്രവൃത്തി വിശ്വാസത്തിന് അനുസരണമുള്ളതായിരിക്കണം. നമ്മുടെ പ്രവൃത്തി, യാക്കോബ് പറയുന്നു, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ആത്മാവില്ലാത്ത ശരീരം എപ്രകാരം നിർജീവമായിരിക്കുന്നുവോ അപ്രകാരം പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ നാമം ലോകത്തിൽ ദുഃഖിക്കപ്പെടുന്നത് നാം വിശ്വാസത്തെക്കുറിച്ച് പറയുന്നതിനനുസരിച്ച് അവിടെ പ്രവൃത്തി ഇല്ലായ്മയാണ്. ലോകം ശ്രദ്ധിക്കുന്നത് നമ്മുടെ വാക്കുകളേക്കാൾ നമ്മുടെ പ്രവൃത്തികളെ ആണ് ലോകം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ പ്രവൃത്തി അനുസരിച്ചാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ആകയാൽ ദൈവമക്കളായിരിക്കുന്ന നാം നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ക്രമീകരിക്കപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവം നമ്മുടെ പ്രവൃത്തിയെ അറിയും. മാത്രമല്ല, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം തരാൻ ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ നമ്മൾ ഈ പ്രകാരം വായിക്കുന്നു, അവൻ ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം തരും. റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത കൊണ്ട് തേജസ്സും മാനവും അക്ഷരയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും, ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും ആദ്യം യഹൂദനും പിന്നെ യവനനും വരും. നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യം യഹൂദനും പിന്നെ യവനും ലഭിക്കും. ദൈവത്തിൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലല്ലോ. ഇതാ കർത്താവ് വേഗത്തിൽ വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം തരുവാൻ. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് അവിടെ വായിക്കുന്നു, നമ്മുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം വാങ്ങുവാൻ നാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപിൽ നിൽക്കും. തീ തന്നെ നമ്മുടെ പ്രവൃത്തിയെ ശോധന ചെയ്യും. തീ നമ്മെ ശോധന ചെയ്യുമ്പോൾ നമ്മുടെ പ്രവൃത്തി വെന്തു പോകുന്നില്ല എങ്കിൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. വെന്തു പോകുന്നുവെങ്കിലോ നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല. നമ്മുടെ പ്രവൃത്തിയെ 3 വിധത്തിലാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. 1 പുല്ല്, മരം, വൈക്കോൽ. 2 അവിടെ വായിക്കുന്നു പൊന്ന്, വെള്ളി. 3 വിലയേറിയ കല്ലുകൾ. 3 തീയിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ അനുഭവം വ്യത്യസ്തമായിരിക്കും. പുല്ലും മരം വൈക്കോലും തീയിൽ വെന്തു പോകും. എന്നാൽ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും അത് ഒന്നുകൂടെ ചൊല്ലിച്ചു പ്രകാശിക്കുക മാത്രമേയുള്ളൂ. അതിന് നിശ്ചയമായും തീയിലൂടെ കടന്നു പോകുമ്പോൾ അവൻ്റെ പ്രവൃത്തി നിലനിൽക്കും, പ്രതിഫലം ലഭിക്കും. ആകയാൽ ദൈവമക്കൾ നമ്മുടെ പ്രവൃത്തി നാം ശോധന ചെയ്യണം. എഫേസോസിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ആ ദൂത് എക്കാലത്തുമുള്ള ദൈവമക്കൾക്കും ബാധകമാണ്. നമ്മുടെ വിശ്വാസം
വിശ്വാസം നാം രക്ഷിക്കപ്പെട്ട നാം നമ്മുടെ പ്രവൃത്തി നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഉതകുന്ന വിധത്തിൽ ആയിരിക്കണം. നല്ല പ്രവൃത്തി ആയിരിക്കണം. ദൈവനാമത്തിന് ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം ഉള്ള പ്രവൃത്തിയാകണം. കാരണം ദൈവം പറയുന്നു, സഭയുടെ നടുവിൽ നടകൊള്ളുന്നവൻ, നമ്മെ അറിയുന്നവൻ പറയുന്നു, ഞാൻ എൻ്റെ പ്രവൃത്തി അറിയുന്നു. എല്ലാ സഭയോടും പറയുമ്പോൾ പറയുന്ന വാക്കാണ്, ഞാൻ എൻ്റെ പ്രവൃത്തി അറിയുന്നു. നീയും എഫേസസിലെ സഭയുടെ വിശ്വാസികളോട് പറയുന്നത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ദൈവമക്കളെ, നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒന്നാണ് സഹിഷ്ണുത. നമ്മുടെ സഹിഷ്ണുത എത്രത്തോളമുണ്ട്? നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ നമുക്കെതിരായി നിൽക്കുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ നമുക്കെത്രമാത്രം സഹിഷ്ണുതയോട് നമുക്കതിനെ നേരിടുവാനായിട്ട് കഴിയും. നമ്മൾ പലപ്പോഴും പൊട്ടിപ്പോകുന്ന അനുഭവമാണ്. നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്ന അനുഭവമാണ്. പലപ്പോഴും നമ്മുടെ പ്രതികരണം ദൈവനാമത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന വിധത്തിൽ ആയിത്തീരുന്നു. നമുക്കതിനെ സഹിഷ്ണുതയോടെ കാണുവാനായിട്ട് കഴിയുകയും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷയുടെ മണ്ഡലങ്ങളിൽ എല്ലാ ദൈവമക്കൾ സഹിഷ്ണുത നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ സഹിഷ്ണുതയെ ദൈവം അറിയുന്നു. ദൈവമക്കൾ പലപ്പോഴും നമ്മുടെ സഹിഷ്ണുത ഇല്ലാതെ നമ്മൾ പലപ്പോഴും പ്രതികരിക്കുന്നവരും ഇടപെടുന്നവരുമായിട്ട് നമ്മൾ തീരാറുണ്ട്. രാവിലെ സമയം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ സഹിഷ്ണുത. കർത്താവ് എപ്രകാരം പ്രശ്നങ്ങളെ നേരിട്ടു. കർത്താവിനെ കുറിച്ച് പലപ്പോഴും അന്നത്തെ ജനം വിളിക്കുന്നത്, നീ ഒരു ശമര്യൻ എന്ന് വിളിക്കുന്നുണ്ട്. നിന്റെ മേലൊരു നീ ബയോത്സബൂൽ എന്ന് വിളിക്കുന്നുണ്ട്. നീ തച്ചൻ്റെ മകന്, മറിയയുടെ മകനാണ്. നീ ഒരു തച്ചൻ എന്നവർ വിളിക്കുന്നു. ഏതെല്ലാം വിധത്തിൽ കർത്താവിനെ വിളിക്കുകയാണ്. എന്നാൽ കർത്താവ് വളരെ സഹിഷ്ണുതയോട് അതിനെ നേരിടുകയാണ്. കാൽവറിയുടെ ക്രൂശിലും കർത്താവ് വളരെ സഹിഷ്ണുതയോട് അതിനെ നേരിടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ആ നല്ല മാതൃക നമുക്കുണ്ടായിരിക്കണം. എഫേസോസിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആദ്യ നൂറ്റാണ്ടിലെ കാലഘട്ടത്തിൽ ദൈവമക്കളോട് പറയുന്നു, നിന്റെ സഹിഷ്ണുത. അവർ വളരെയധികം പീഡനത്തിലൂടെ കടന്നുപോയിട്ടും സഹിഷ്ണുതയോട് കർത്താവിന് വേണ്ടി അത് സഹിക്കുന്നത് ഓർത്തിട്ട് പറയുകയാണ്, നിന്റെ സഹിഷ്ണുതയെ ഞാൻ അറിയുന്നു. മാത്രവുമല്ല, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. സഹിഷ്ണുതയോടെ ബന്ധപ്പെട്ടാണ് ആ വാക്കിൽ നിൽക്കുന്നതെങ്കിലും എൻ്റെ നാമനിമിത്തം നീ സഹിച്ച കഷ്ടത. ദൈവമക്കളെ, ദൈവനാമനിമിത്തം നാം സഹിക്കുന്ന കഷ്ടത. ഞാൻ നേരത്തെ ഒരു ദിവസം ഓർപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ശരീരത്തിൽ കുറവായുള്ളത് നമ്മുടെ ശരീരത്തിൽ ഏറ്റുകൊണ്ട് അവൻ്റെ സഭയായ ശരീരത്തോട് പൂരിപ്പിക്കുന്നു. നമ്മുടെ കഷ്ടത കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നാം സഹിക്കുന്ന കഷ്ടത ചെറുതും വലുതുമായിരിക്കുന്ന വിധത്തിൽ നാം ദൈവനാമത്തിന് വേണ്ടി പലപ്പോഴും നമുക്ക് വേണ്ടുന്നത് മാറ്റിവെച്ച് ദൈവനാമ നിമിത്തം അവനെ ആരാധിക്കാൻ, അവനോട് കൂടെയുള്ള കൂട്ടായ്മയും പലപ്പോഴും നാം ചില പ്രയത്നങ്ങൾ മാത്രമല്ല, ചില കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടാറുണ്ട്, നാം സഹിക്കാറുണ്ട്. അത് ഓർത്തുന്ന രാവിലെ സമയം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം അവൻ നമ്മുടെ കഷ്ടതയെയും നാം ദൈവനാമത്തിന് വേണ്ടി സഹിക്കുന്ന സകലത്തെയും അവൻ അറിയുന്നവനാണ്. കഷ്ടതയിൽ നാം തളർന്നു പോകാതെ, പരിശോധന നാം തളർന്നു പോകാതെ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നതും അവൻ അറിയുന്നു. ഇന്ന് രാവിലെ സമയം എഫേസോസ് സഭയെക്കുറിച്ച് പറഞ്ഞ ആ സഭയുടെ നന്മ മാത്രമേ നമുക്ക് ചിന്തിപ്പാനായിട്ട് നമുക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ അതിലൂടെ വളരെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ സമയം നമ്മളോട് ആവശ്യപ്പെടുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ അറിയുന്നു. ഈ വലിയ ചിന്ത ദൈവമക്കൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവം നമ്മെ കാണും. അതുകൊണ്ട് നമ്മുടെ ചെറുതും വലുതുമായ നമ്മുടെ പ്രവൃത്തി ശോധന ചെയ്ത് ദൈവത്തിന് പ്രസാദകരമായി അത് ചെയ്യുവാൻ, ദൈവസ്നേഹത്തിൽ ചെയ്യുവാൻ. ഒരു ലേഖനത്തിൽ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ സ്നേഹത്തിൽ ചെയ്യും. ആ ദൈവസ്നേഹത്തിൽ അത് ചെയ്തെടുക്കുവാൻ, നമ്മുടെ പ്രവൃത്തി ചെയ്തെടുക്കുവാൻ ഇടയായി തീരട്ടെ. മാത്രമല്ല, നമ്മുടെ പ്രയത്നം, നമ്മുടെ സഹിഷ്ണുത
ദൈവനാമത്തിന് വേണ്ടിയുള്ള നമ്മുടെ കഷ്ടത ഇതൊക്കെയും ദൈവം അറിയുന്നു. ആകയാൽ തളർന്നു പോകാതെ ഈ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ടോടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ നിങ്ങളും ചെയ്യുന്ന മഹാപ്രതിഫലമുള്ള ഒരു ശുശ്രൂഷയാണ്. മഹാപ്രതിഫലമുള്ളൊരു ശുശ്രൂഷ. പ്രതിഫലം പങ്കിടുന്ന ഒരു നാളുണ്ട്. നമ്മുടെ കൂലി പങ്കിടുന്ന ഒരു നാളുണ്ട്. ആ നാളിനായി നമുക്ക് നോക്കി പാർക്കാം. ഈ മഹാപ്രതിഫലമുള്ള ശുശ്രൂഷയിൽ എനിക്ക് നിങ്ങൾക്കും ഒരുമിച്ച് പങ്കാളിയായിത്തീരാം. ഈ ലോകമരുവിലൂടെ നാം പോകുമ്പോൾ, ആ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടു പോകുമ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളെയും സധൈര്യം നേരിട്ട്, സഹിഷ്ണുതയോടെ നേരിട്ട്, തളർന്നു പോകാതെ നേരിട്ട് നമുക്ക് ജയകരമായി ജയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങളുടെ പ്രിയ ദൈവമേ, നല്ല ഈ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഒരു ദിവസം കൂടെ ജീവിപ്പാൻ, കാണുവാൻ ദൈവം ഞങ്ങളെ അനുവദിച്ചല്ലോ. സ്തോത്രം. ഈ ദിവസം കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ, അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പ്രിയ കർത്താവേ, ഞങ്ങൾ നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് പ്രിയ കർത്താവേ നല്ല പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. സഹിഷ്ണുതയോടെ നിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാൻ, അധ്വാനിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. അതിനാവശ്യമായിരിക്കുന്ന ബലം കർത്താവിൽ നിന്ന് പ്രാപിപ്പാൻ ഞങ്ങളെ കർത്താവിൽ നീ സഹായിക്കണം. ദൈവത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഇന്നത്തെ പഠനത്തിൽ കർത്താവിൻ്റെ കൃപ ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നുവല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. തുടർന്നും ഞങ്ങൾക്ക് ഒരുമിച്ചത് പഠിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്യണമോ. ദൈവാത്മാവ് അത് ചെയ്യുന്നതോർത്തോ സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സകലതും യേശു കർത്താവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. ദൈവം നിങ്ങൾക്കൊരു നല്ല ദിവസത്തെ ദൈവം ദാനം ചെയ്യട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.